എന്നെ വിട്. പതിഞ്ഞ സ്വരത്തിൽ അവൾ അത്രമാത്രം പറഞ്ഞു. അതല്ലല്ലോ അഭിരാമി ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ഒരു പ്രത്യേക ഇനത്തിലാണ് ആകാശിൻ്റെ മറുചോദ്യം. ആ നേരം കൊണ്ട് തന്നെ അഭിരാമി ഇരു കൈകളും വെച്ച് അവനെ തൻ്റെ ദേഹത്തു നിന്നും തള്ളി മാറ്റാനേ ശ്രമിച്ചു. ബലം പ്രയോഗിക്കരുതാമി, വെറുതെ നീ തോറ്റു പോവേയുള്ളൂ. അത് സത്യമാണെന്ന് അവൾക്കും അറിയാം. ആകാശിനോട് ഒരു കാര്യത്തിലും മല്ലിട്ട് നിൽക്കാനുള്ള ശേഷി അവൾക്കില്ലെന്ന് അവൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. പ്ലീസ്, അത്രയും ദയനീയമായി ആമി പറഞ്ഞതും ആകാശിൻ്റെ കൈകൾ മെല്ലെ അവളുടെ ഉടലിൽ നിന്ന് അയഞ്ഞു. ഇനി പറ സത്യം. എന്ത് സത്യം? ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ആർ യു പ്രഗ്നൻറ്റ് ഓർ നോട്ട്? അല്ല. അപ്പോൾ അങ്ങനെ ഒരു കള്ളം പറയാനാണ് ആമിക്ക് തോന്നിയത്. യു ലുക്ക് വെരി ടയേർഡ്. വാട്ട് ഈസ് ദി റീസൺ ബിഹൈൻഡ് ദാറ്റ്? അതുമാത്രമല്ല, രണ്ടാമത്തെ തവണയാണ് നീ വൊമിറ്റ് ചെയ്യുന്നത്. ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? കഴിച്ച ഭക്ഷണം വയറ്റിൽ പിടിക്കാത്തതുകൊണ്ടാണ് ഛർദ്ദിക്കുന്നത്. അല്ലാതെ ആകാശിൽ നിന്നും പൂർണ്ണമായും അടർന്നു മാറി സാരിയൊക്കെ പിടിച്ച് നേരെയിട്ടുകൊണ്ടാണ് ആമി പറയുന്നത്. എങ്കിലും സപ്പോർട്ടിനായി അവളുടെ ഒരു കൈ ചുവരിൽ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഓക്കെ ദെൻ കം, നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ആകാശ് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു. എന്തിന്? നീ പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്ന് എനിക്ക് കൺഫേം ചെയ്യാൻ. അവൻ അവളുടെ കൈയും വലിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ ശക്തിയായി ആമി കൈ കുടഞ്ഞെറിഞ്ഞു. അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് കള്ളമാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് പറയുന്നത്. ഒന്നുകൂടി കൺഫേം ചെയ്യണം എനിക്ക്. ആകാശ് വീണ്ടും ആമിയുടെ കൈ കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. പറ്റില്ല, ഞാൻ വരില്ല. ഞാൻ വന്നാലല്ലേ കാര്യം നടക്കൂ. ഞാൻ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. സർ പ്ലീസ് എൻ്റെ കൈവിട്. ആകാശിനെ കൊണ്ട് കൈ വിടുവിക്കാൻ പരമാവധി ശ്രമിച്ച ആമി. ആമി, എൻ്റെ ക്യാരക്ടർ മറ്റാരേക്കാളും നന്നായി അറിയാവുന്ന നീ ഇങ്ങനെ എൻ്റെ അടുത്ത് വാശി പിടിക്കരുത്. നിമി നേരം കൊണ്ടായിരുന്നു ആമിയുടെ കണ്ണുകൾ മേലോട്ട് മറിഞ്ഞത്. ആദ്യം ആകാശൊന്നും ഭയപ്പെട്ടെങ്കിലും ശ്രദ്ധയോടെ അവൻ ആമിയെ ഇരു കൈകളിലും എടുത്തുയർത്തി. അവൻ്റെ കൈകളിൽ തളർന്നു കിടന്നവൾ പെട്ടെന്ന് മറ്റൊന്നും ചിന്തിക്കാതെ അവളെയും കൊണ്ടവൻ മുന്നോട്ട് നടന്നു. അവിടെ കൂടിയിരുന്ന എല്ലാ മുഖങ്ങളിലും അത്ഭുതം മാത്രം. പരസ്പരം അവർ ഓരോരുത്തരായി മുറുമുറുത്തു. രവീന്ദ്രൻ നായരും പ്രണവുമാണ് ആദ്യം ഓടിയെത്തിയത്. ആമിക്ക് എന്തു പറ്റി സർ? പ്രണവ് ആകാശിനെ നോക്കി അത് ചോദിച്ചതും രൂക്ഷമായൊരു നോട്ടം മാത്രമായിരുന്നു ആകാശിൻ്റെ ഭാഗത്തു നിന്നും അവന് ലഭിച്ചത്. ആകാശ് ആമിയുമായി നേരെ താഴേക്ക് പോയി. ആ നേരം കൊണ്ട് തന്നെ സെക്യൂരിറ്റി അവൻ്റെ കാറ് മെയിൻ എൻട്രൻസിൻ്റെ അവിടേക്ക് കൊണ്ടുവന്നു. കാറിൽ ഒപ്പം കയറാനായി വന്ന രവീന്ദ്രനെ അവൻ കൈകൊണ്ട് തടഞ്ഞു. ഞാൻ കൊണ്ടുപോയിക്കോളാം. അത്രമാത്രം അയാളോട് പറഞ്ഞവൻ അഭിരാമിയുമായി നേരെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ഗായത്രി വർമ്മയുടെ ക്യാബിന് മുന്നിൽ അക്ഷമയോടെ ഇരിക്കുവാണ് ആകാശ്. പെട്ടെന്നൊരു നേഴ്സ് പുറത്തേക്ക് വന്നു. അവൻ്റെ പേര് വിളിച്ചതും അവൻ അതിനുള്ളിലേക്ക് കയറി. അഭിരാമിയുടെ ഹസ്ബൻഡാണല്ലേ? അതെ ഡോക്ടർ. അഭിരാമി എവിടെ? ഷീസ് ഫൈൻ, കാഷ്വാലിറ്റിയിലുണ്ട്. BP-യുടെ ചെറിയ വേരിയേഷൻ, അല്ലാതെ വേറെ പ്രോബ്ലമൊന്നുമില്ല. പിന്നെ ഈ തലചുറ്റലും ഇടയ്ക്കുള്ള ഛർദിയുമെല്ലാം പ്രഗ്നൻസിയുടെ ഒരു ഭാഗമാണല്ലോ. അതിനെപ്പറ്റിയൊക്കെ ഞാൻ ആ കുട്ടിയോട് കഴിഞ്ഞ കൺസൾട്ടേഷൻ ടൈമിൽ പറഞ്ഞിരുന്നു. എനിവേ, വൈഫിനെ നന്നായി ഒന്ന് കെയർ ചെയ്തോളൂ. ബോഡി വളരെ വീക്കാണ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഡോക്ടറിൻ്റെ വാക്കുകളിൽ ആകാശി സന്തോഷം അലതല്ലി. കാരണം ആമി ഗർഭിണിയാണോ എന്നൊരു ചെറിയ സംശയം അവനുണ്ടായിരുന്നുവെങ്കിലും ഡോക്ടറുടെ നാവിൽ നിന്നത് കേൾക്കെ അവനിലെ അച്ഛനുണർന്നു. കണ്ണുകളും മനസ്സും ഒരുപോലെ നിറഞ്ഞു. അതേ നിറചിരിയോടെയാണ് അവൻ നിന്നത്. ഡോക്ടറോട് നന്ദിയും പറഞ്ഞ് ആകാശ് പുറത്തേക്കിറങ്ങി. കാഷ്വാലിറ്റിയിൽ നിന്നും അഭിരാമിയും പുറത്തേക്കിറങ്ങിയത് ഒരേ സമയമാണ്. ആകാശ് എല്ലാ സത്യങ്ങളും അറിഞ്ഞുവെന്ന് ഇതിനോടകം തന്നെ ആമിക്ക് മനസ്സിലായി. വാ. അവനടുത്തേക്ക് നടക്കാൻ പഠിച്ചു നിന്ന ആമിയെ ആകാശ് കൈകാട്ടി അടുത്തേക്ക് വിളിച്ചു. അവൾക്ക് അവൻ്റെ ചിറകിനടിയിലേക്ക് ഓടി. വിശക്കുന്നുണ്ടോ? ഗർഭിണിയാണെന്ന് സത്യം മറച്ചു വെച്ചതിൽ അവൻ ദേഷ്യപ്പെടുമെന്നും ഇതേപ്പറ്റി കൂടുതലായി എന്തെങ്കിലും പറഞ്ഞ് ഒരു വഴക്ക് നടക്കുമെന്നും പ്രതീക്ഷിച്ചു നിന്ന സാഹചര്യത്തിൽ അവൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു ചോദ്യം വന്നപ്പോൾ അവിശ്വസനീയതയോടെ ആമി ആകാശിനെ നോക്കി. വേണ്ട, വീട്ടിൽ പോയാൽ മതി, എനിക്ക് ഉറക്കം വരുന്നു. അപ്പോഴേക്ക് സമയം ഏകദേശം 9 മണിയോടടുത്തു. ഓക്കെ വാ, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. അവൻ ആമിയുടെ കൈ പിടിച്ച് മുന്നോട്ട് നടക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ ശ്രദ്ധാപൂർവം കൈ പിന്നിലേക്ക് ആക്കിക്കളഞ്ഞു. ആമി, മറ്റൊന്നും കൊണ്ടായിരുന്നില്ലത്. അത്രയും ദിവസങ്ങളിൽ ഏതോ ഒരു മായാലോകത്ത് ജീവിച്ചതുപോലെ അവൻ്റെ കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലും വീണ്ടും അവൻ്റെ സാന്നിധ്യം ആകിച്ചിരുന്ന ആമിയെ അവൾക്ക് എവിടെയോ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു.
അവൻ്റെ സ്നേഹവും സാമീപ്യവും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അതേ സമയം തന്നെ അവനിൽ നിന്നുണ്ടായ മോശം പ്രവൃത്തികളും അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. അതിൻ്റെ പ്രധാന കാരണം 2 വർഷത്തോളം ഒരു മനവും 2 ശരീരവുമായി ജീവിച്ചിരുന്നവർ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ആണയിട്ട് പറഞ്ഞിട്ടും അവളെ വിശ്വസിക്കാൻ കൂട്ടാക്കാതിരുന്ന അവൻ്റെ ആ പെരുമാറ്റത്തിനോട് അവളുടെ സ്ത്രീക്ക് ക്ഷമിക്കാൻ സമയം ഏറെ വേണമെന്ന് അവൾക്ക് സ്വയം തോന്നി. അതിൻ്റെ കൂടെ ശ്രീഭദ്രയും പാർവതിയും ഇടയ്ക്കിടയ്ക്ക് തരുന്ന പ്രഷറും ഇപ്പോഴും ഒപ്പിടാതെ കയ്യിൽ സൂക്ഷിച്ച ഡിവോഴ്സ് പെറ്റീഷനും എല്ലാം കൂടി ഓർക്കവേ അവൾക്ക് തല പുകയും പോലെ തോന്നി. വളരെ ശ്രദ്ധാപൂർവം പക്വതയോടെ തന്നെ ഈ വിഷയങ്ങളെ നേരിടണമെന്ന് അവൾ മനസ്സാൽ ഒരു തീരുമാനം എടുത്തു. ആമി, നീ എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. എങ്കിൽ വാ, വീട്ടിൽ പോകാം. നല്ല റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. അവൻ്റെ കാറിൻ്റെ മുൻസീറ്റിൽ അവനൊപ്പം ഇരിക്കുമ്പോൾ പഴയ ഓർമ്മകൾ ഒന്നിനു പിറകെ ഒന്നായി അവളുടെ ഉള്ളിലേക്ക് തികട്ടി വന്നു. നീണ്ട അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷമാണ് ആമിയുടെ വീടിൻ്റെ മുൻപിൽ അവരുടെ കാർ വന്ന് നിന്നത്. അവിടെ വഴിക്കണ്ണുമായി നിർമ്മലയും വാസുദേവനും ഉണ്ടായിരുന്നു. ഏതൊരു ആഡംബര വാഹനത്തിൽ നിന്നും മകൾ ഇറങ്ങുന്നത് കണ്ടതും അത് ആകാശാണെന്ന് അവർക്ക് മനസ്സിലായി. ഏറെ നാളിനു ശേഷം ഇരുവരെയും ഒന്നിച്ചു കണ്ടതും നിർമ്മലയുടെയും വസുദേവൻ്റെയും ഉള്ളിൽ ഒരു പുഞ്ചിരി വിടർന്നു. വാ മക്കളെ, അകത്തേക്ക് കയറി വാ. നിർമ്മല രണ്ടുപേരെയും വീട്ടിലേക്ക് ക്ഷണിച്ചു. ആകാശേട്ടന് തിരക്കുണ്ടമ്മേ, ഏട്ടൻ കയറുന്നില്ല. ആകാശിൻ്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും ഒരു മറുപടി ഉണ്ടാകും മുമ്പേ ആമി പെട്ടെന്ന് പറഞ്ഞു. ഏയ് ഇല്ലമ്മേ, എനിക്ക് നാളെ അർജൻറ്റ് മീറ്റിംഗ് ഒന്നുമില്ല. നാളെ ഞാൻ ലീവാണ്. അതുകൊണ്ട് ഇന്ന് എന്തായാലും ഇവിടെ നിൽക്കാൻ ഞാൻ തീരുമാനിച്ചു. അവൻ്റെ മറുപടി കേൾക്ക് അറിയാതെ ആമി ഉമിനീർ ഇറക്കിപ്പോയി. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. ഞങ്ങൾ രണ്ടാളും ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. കഴിക്കാൻ ഞാൻ നിർബന്ധിച്ചപ്പോൾ ആമിയാ പറഞ്ഞത് വീട്ടിൽ അമ്മ ഫുഡ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെന്നും വീട്ടിൽ വന്നിട്ട് ഒന്നിച്ച് കഴിക്കാമെന്നും. അല്ലെങ്കിൽ അമ്മയ്ക്ക് വിഷമമാവൂത്രേ. ആമിയെ നോക്കി ഒറ്റക്കണ്ണ് ഇറക്കിക്കൊണ്ടാണ് ആകാശ് അത് പറഞ്ഞത്. അമ്മ പോയി ഭക്ഷണം എടുത്ത് വെക്ക്, ഞങ്ങൾ ദാ വന്നു. ആകാശ് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞതോടെ നിർമ്മല പുഞ്ചിരിയോടെ അകത്തേക്ക് പോയി ഭക്ഷണം എടുത്ത് വെക്കാനേ. ആകാശിനും ആമിക്കും ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് വാസുദേവനും നിർമ്മലയ്ക്ക് പിന്നാലെ കയറി. ആമി ദേഷ്യത്തിൽ ആകാശിനെ നോക്കി. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്തിനാ ഇങ്ങനെയൊക്കെ അമ്മയോടും അച്ഛനോടും പറഞ്ഞത്? അതിന് മറുപടിയായി ആകാശ് വെറുതെ ആമിയൊന്ന് നോക്കുക മാത്രമേ ചെയ്തുള്ളൂ. കൂടുതൽ സമയം അവൻ്റെ നോട്ടം നേരിടാനാവാതെ ആമി ധൃതിയിൽ റൂമിലേക്ക് നടന്നു. അവൾക്ക് പിന്നാലെ ആകാശവും അകത്തേക്ക് കയറി. അപ്പോഴേക്കും നിർമ്മല ആഹാരം എടുത്ത് വെച്ചിരുന്നു. നിർമ്മലയോടും വാസുദേവനോടും ഓരോരോ തമാശകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ആകാശ് ഭക്ഷണം കഴിക്കുന്നത് നോക്കി നിൽക്കെ ആമിയുടെ ഉള്ളിലും സംശയത്തിൻ്റെ വിത്തുകൾ മുളപൊട്ടി. ആകാശ് സത്യങ്ങളെല്ലാം അറിഞ്ഞു കാണുമോയെന്ന് അവൾ ഒരു വേള ചിന്തിച്ചു. ഭക്ഷണത്തിന് മുമ്പ് വേണ്ടാതിരുന്ന് ഒരുവിധം അവൾ നുള്ളിപ്പെറുക്കി വേഗം കഴിച്ചെഴുന്നേറ്റു. ആകാശ് റൂമിലേക്ക് വരുമ്പോഴേക്കും വസ്ത്രമെല്ലാം മാറി ഒരയഞ്ഞ നൈറ്റിയുമിട്ട് ആമി ബെഡിലേക്ക് കിടന്നു. അവളുടെ കണ്ണുകൾ മെല്ലെ അടയാൻ തുടങ്ങിയ സമയത്താണ് ഒരു കൈ വന്നവളെ പൊതിഞ്ഞു പിടിച്ചത്. കഴുത്തോരും ആകാശിൻ്റെ ശ്വാസച്ചൂടും അവൻ്റെ വിയർപ്പും പെർഫ്യൂമും എല്ലാം കൂടി കലർന്ന ഗന്ധം. അടഞ്ഞുപോയ മിഴികൾ വീണ്ടും ഇറുക്കിയടച്ച അഭിരാമി. ആമി, അവൻ വിളിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അവൻ അഭിമുഖമായി കിടന്നു. അടഞ്ഞ മിഴികൾ തുറന്നു പിടിച്ച് അവനെ നോക്കി. അവന് പറയാനുള്ളത് മുഴുവൻ കേൾക്കാൻ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു അത്. ഒരു വേള ആമിയുടെ മിഴികളിലേക്ക് നോക്കിയവന് അവളോട് മറ്റൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഏറെ നേരമായിട്ടും ആകാശ് മൗനം തുടരുന്നത് കൊണ്ട് ആമി സംസാരിച്ചു തുടങ്ങി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താണെന്ന അർത്ഥത്തിൽ ആകാശ് അഭിരാമിയെ നോക്കി. ആകാശേട്ടൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ അന്ന് വീട്ടിൽ അങ്ങനെയൊക്കെ സംഭവിച്ചതിന് പിന്നിൽ ഞാൻ തന്നെയാണെന്ന്? ആകാശിൻ്റെ മൗനം വീണ്ടും തുടർന്നപ്പോൾ അവൾ ചോദ്യം ആവർത്തിച്ചു. ആകാശേട്ടൻ്റെ മമ്മിയെ മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി ഞാൻ ജ്യൂസിൽ വിഷം കലർത്തിയെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇന്നെനിക്കതിനൊരു ഉത്തരം വേണം. ഇന്നത്തെ മമ്മയുടെ അവസ്ഥ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ പിടഞ്ഞുകൊണ്ടിരുന്ന മമ്മി. അതൊക്കെ ഓർമ്മയിലേക്ക് വന്നപ്പോൾ എൻ്റെ വായിൽ നിന്നറിയാതെ കുറച്ചധികം വാക്കുകൾ വന്നുപോയി. നീ ഇത് ക്ഷമിക്കണം. അതുപോലെ തന്നെ നിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രവൃത്തികൾ ക്ഷമിക്കാൻ ഞാനും തയ്യാറാണ്. നീ ഇല്ലാതെ ഇനിയും ഒറ്റയ്ക്ക് ജീവിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല അമ്മി. ആകാശ് വികാരതീനനായി അത്രയും പറഞ്ഞു. അവൻ പറഞ്ഞുകൊണ്ടിരുന്നതല്ല ശ്രദ്ധയോടെ കേട്ടിരുന്ന ആമിയുടെ മുഖത്ത് നിമി നേരത്തെ ദേഷ്യം ഇരച്ചെത്തി. എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഏത് പ്രവൃത്തികൾ ക്ഷമിക്കാമെന്നാണ്
ആകാശേട്ടൻ ഇപ്പോൾ പറഞ്ഞത്? എന്തിനാണ് ആമി പിന്നെയും പഴയ കാര്യങ്ങളിലേക്ക് ഒരു തിരിച്ചുപോക്ക്? ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് നിനക്ക് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞു. എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും അത് എടുത്തു ചോദിച്ചത്. ആകാശേട്ടാ, ഞാൻ ഇപ്പോഴും പറയുന്നു, എൻ്റെ അറിവോടെ, എൻ്റെ കൈകൊണ്ട് ആ ജ്യൂസിൽ ഒരു തരത്തിലുള്ള വിഷവും ഞാൻ ചേർത്തിട്ടില്ല. പക്ഷേ ഇത് ആകാശേട്ടനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനായിട്ട് യാതൊരുവിധ തെളിവുകളും എൻ്റെ കയ്യിലില്ല. അത്രയും പറഞ്ഞു നിർത്തി പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന പോലെ അവൾ ഫോൺ തിരഞ്ഞു. ടേബിളിന് മുകളിൽ ഫോൺ ഇരിക്കുന്ന കണ്ടതും കൈയെത്തിച്ച് ഫോൺ എടുത്തു. അവളുടെ കൈകൾ കുറച്ചേറെ നേരം ഫോണിൻ്റെ സ്ക്രീനിലൂടെ ഇഴഞ്ഞു. ഫോൺ റെക്കോർഡിംഗ് സേവായി കിടക്കുന്നത് ശ്രീപതിയുടെ കോൾ റെക്കോർഡ് കണ്ടതും ആമിയിൽ സന്തോഷം മുളപൊട്ടി. ഇതൊന്നും ചിന്തിക്കാതെ ആ കോൾ റെക്കോർഡ് അവന് മുമ്പിൽ പ്ലേ ചെയ്യുമ്പോൾ ആകാശ് അത് കേട്ടിരുന്നു. ഫോണിൽ ശ്രീഭദ്രയുടെ സ്വരം കേട്ടതും ആകാശ് കൂർമ്മതയോടെ ആമീനെ നോക്കി. അവളാകട്ടെ ആകാശിൻ്റെ മുഖത്തേക്ക് മെഴിനട്ട് അവൻ്റെ മുഖത്ത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന പാവങ്ങളെ നോക്കിക്കാണുകയായിരുന്നു. ശ്രീഭദ്ര ആമയോട് സംസാരിക്കുന്നതെല്ലാം അവൻ കേട്ടു. തങ്ങളുടെ വിവാഹത്തിൽ ശ്രീഭദ്രയ്ക്കുണ്ടായിരുന്ന എതിർപ്പിനെക്കുറിച്ച്. ഇപ്പോഴും മറ്റെല്ലാവരുടെയും മുമ്പിൽ പഴയ പോലെ എല്ലാം മറന്നെന്ന് അഭിനയിക്കുകയാണെങ്കിലും ആമിയോട് ഉള്ളിൻ്റെ ഉള്ളിൽ പഴയ കാര്യങ്ങളോർത്ത് ദേഷ്യമാണെന്നുള്ളതും. ആമിയെ കണ്ടുമുട്ടിയതുകൊണ്ട് മാത്രമാണ് പാർവതിയുമായിട്ടുള്ള ആകാശിൻ്റെ വിവാഹം കഴിക്കാത്തതെന്നും കൃഷിപ്പണിക്കാരനായ അവളുടെ അച്ഛനെയും ജോലിക്കാരിയായ അവളുടെ അമ്മയും അധിക്ഷേപിച്ചുള്ള വർത്തമാനങ്ങളും എല്ലാം കേൾക്കെ ആകാശ് വിശ്വാസം വരാത്ത പോലെ ആമിയെ നോക്കി. എല്ലാത്തിനും ഒടുവിൽ ഏതു വിധേനയും ആകാശിൻ്റെ ജീവിതത്തിൽ നിന്ന് ആമി ഒഴിഞ്ഞു പോകണം എന്നൊരു താക്കീത് പോലെ ശ്രീഭദ്ര പറയുന്നുകൂടി കേട്ട് അവൻ പെട്ടെന്ന് ആ ഫോൺ റെക്കോർഡ് ഓഫ് ചെയ്ത് കളഞ്ഞു. ശ്രീഭദ്രയുടെ നാവിൽ നിന്നാണ് ഇതെല്ലാം വീണതെന്ന് ആകാശിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ സ്വയം തളർന്നു പോകുന്ന പോലെ തോന്നി. കാരണം ശ്രീഭദ്രയിൽ നിന്ന് ഇങ്ങനൊരു ചതി അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എല്ലാ അർത്ഥത്തിലും അവൻ തകർന്നിരിക്കുകയാണെന്ന് അഭിരാമിക്ക് മനസ്സിലായി. പക്ഷേ വിട്ടുകൊടുക്കാൻ അവളുടെ മനസാക്ഷി തയ്യാറല്ലായിരുന്നു. കട്ടിലിൽ കിടന്നെടുത്തു നിന്ന് അവൾ എഴുന്നേറ്റ് മേശ വലിപ്പിൽ നിന്നൊരു പേപ്പർ എടുത്ത് ആകാശിൻ്റെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു. ആകാശ് അഭിരാമിക്ക് അയച്ച ഡിവോഴ്സ് പെറ്റീഷൻ. അത് വായിച്ച ശേഷം ഒന്നും മനസ്സിലാവാത്ത പോലെ ആകാശ് അഭിരാമിയെ നോക്കി. ഇതിനോടകം അവന് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി. കുറച്ച് ദിവസങ്ങളായുള്ള ആകാശിൻ്റെ പെരുമാറ്റം കാണിക്കെ ആമിക്കും തോന്നിയിരുന്നു ഇങ്ങനൊരു പെറ്റീഷൻ അവൻ്റെ അറിവോടെ അയച്ചതല്ലെന്ന്. ഇതെങ്ങനെ നിൻ്റെ കൈ വന്നു? എൻ്റെ സിഗ്നേച്ചർ ഉണ്ടല്ലോ ഇതിൽ. തനിക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ആകാശ് ആമിയെ നോക്കി. സഹതാപം തോന്നിയിരുന്നു അവൾക്ക് അവനോട്. അതൊന്നും എനിക്കറിയില്ല. ഈ ഡിവോഴ്സ് പെറ്റീഷൻ എൻ്റെ കൈ കിട്ടിയിട്ട് ഇന്നേക്ക് 1.5 മാസമായി. 2 വീക്സ് മുമ്പ് ദേവ് അസോസിയേറ്റ്സിൽ നിന്ന് 2 പേർ എനിക്ക് മുമ്പിൽ നേരിട്ടെത്തി. എന്നോട് ഇതേപ്പറ്റി കൂടുതൽ ചോദിച്ച് അന്നവരെന്നോട് പറഞ്ഞത് ആകാശേട്ടൻ്റെ ഭാഗത്തുനിന്നും നല്ല പ്രഷറുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പെറ്റീഷൻ സൈൻ ചെയ്ത് തിരികെ നൽകണമെന്നാണ്. ഒരു നിമിഷം ആകാശ് മറുപടിയില്ലാതെ അഭിരാമിയെ നോക്കി. എങ്കിൽ കേട്ടോളൂ, എൻ്റെ അറിവോടെയല്ല ഇങ്ങനൊരു നോട്ടീസ് നിനക്ക് കിട്ടിയത്. അവനത് പറഞ്ഞു നിർത്തി. കുറച്ചു നേരം ആലോചിച്ചു. ദേവ് അസോസിയേറ്റ്സ് എന്നല്ലേ നിന്നോട് പറഞ്ഞത്? ഞാൻ കണ്ടുപിടിച്ചോളാം ആരാണിതിന് പിന്നിലെന്ന്. ആകാശ് പറഞ്ഞു നിർത്തിയതും അഭിരാമി പറഞ്ഞു തുടങ്ങി. ആകാശേട്ടൻ്റെ മമ്മ പറഞ്ഞതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അതിന് മറുപടിയൊന്നും പറയാതെ ആലോചനയോടെ വെറുതെ ഇരുന്നവൻ. ആ രാത്രി പിന്നീട് ആകാശിനോടൊന്നും സംസാരിക്കാൻ അബിക്ക് തോന്നിയില്ല. പക്ഷെ പിറ്റേന്ന് രാവിലെ അവൾ ഉറക്കമുണരുമ്പോൾ ആകാശ് അരികിലില്ലായിരുന്നു. അവൾ നേരെ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ നിർമ്മല പാചകം ചെയ്തിരിക്കുകയാണ്. അവൾ ആകാശിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നേരത്തെ തന്നെ അവൻ പോയി എന്നാണ്. തുടരും.